ബിഗ് ബോസ് ഓരോ സീസണിലും ഓരോ കൊലസ്ത്രീകളെ ഇറക്കാറുണ്ട്. ഇത്തവണത്തെ കൊലസ്ത്രീയാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. സീസൺ 1, 2, 3, 4, 5, 6 എല്ലാവരും കണ്ടതാണല്ലേ. ഇതിൽ മത്സരാർത്ഥികളായിരുന്നവരെ കുറച്ചെങ്കിലും നമുക്ക് പരിചയമുണ്ട്. ഇപ്പം TV ഷോകളിലൂടെ ആണെങ്കിലും ഇന്റർവ്യൂവേഴ്സ് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർ അല്ലേ. അപ്പൊ അവരൊന്നും നമുക്ക് 99% അറിയില്ല എങ്കിലും ഒരു 2% അവർ പുറത്തെന്തായിരുന്നു, അകത്തെന്താണ് അവർ കാണിക്കുന്നത്, അവർ ഡ്രാമ ഇറക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇത്തവണത്തെ കുലസ്ത്രീ ഉണ്ടല്ലോ, പുറത്ത് വേറൊരാൾ, ബിഗ് ബോസ് ഹൗസിനകത്ത് വേറൊരാൾ. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, അനുമോളെ കുറിച്ചാണ്. ഈ കുട്ടി സുപരിചിതയാണ് എല്ലാവർക്കും അല്ലെ. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയിലൂടെയാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായത്. സത്യം പറഞ്ഞാൽ ഈ കുട്ടിയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് അതുപോലെ ഒരു അനിയത്തി കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ. കാരണം അനുമോളുടെ സ്ഥായിഭാവം എന്താണ്? ഭയങ്കര കുട്ടിത്തം, കുറുമ്പ്, എല്ലാവരോടും ഭയങ്കര സരസമായി സംസാരിക്കുക, സ്നേഹത്തോടെ ഇടപെടുക അല്ലേ, ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറുക. എന്നെ പോലെ എത്ര പേര് ആലോചിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു അനിയത്തി കുട്ടിയെ വേണമെന്ന്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സത്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ബിഗ് ബോസിനകത്തുള്ള അനുമോൾ ആയിരുന്നോ ശരിക്കും പുറത്തുള്ള ആൾ? ഇതിഹാസ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടോ, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ സ്വാപ്പ് ചെയ്യുന്നത് പോലെ. ആ സിനിമയിൽ ഷൈൻ ടോം ചാക്കോയും ഈ അനുശ്രീയും ഇവര് അഭിനയിച്ച് തകർത്തൊരു സിനിമയാ അത്. ആരെങ്കിലും ഒന്ന് കണ്ടു നോക്കണം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു വ്യത്യാസം അനുമോളുടെ രൂപത്തിൽ, അനുമോളുടെ ശരീരത്തിൽ മറ്റേതോ വ്യക്തി കയറിയതുപോലെ. പുറത്തുള്ള അനുമോളെ അല്ലിത്, പുറത്തുള്ള അനുമോളിന്റെ സ്ഥായി ഭാവം ഞാൻ പറഞ്ഞതാണ്. അകത്തുള്ള അനുമോൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, വളരെ സീരിയസ് ആയി ആ മുഖത്തൊരു ചിരി പോലും വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. ഇപ്പം നിങ്ങളിൽ ചിലരെങ്കിലും, എസ്പെഷ്യലി അനുമോളുടെ ആരാധകർ വന്ന് പറയും, പിന്നെ അവിടെ ആടി ഈടിയും പൊടിയരി കഞ്ഞി നടക്കുമ്പോഴാണോ ഇവിടെ നിന്ന് ചിരിച്ചു കാണിക്കേണ്ടതും കുട്ടിത്തം വിതറേണ്ടതും ക്യൂട്ട്നെസ് കാണിക്കേണ്ടതും? അടി ഇടിയും നടക്കാത്ത സമയങ്ങളിൽ എത്രയോ കാഷ്വൽ ആയിട്ട് ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്ന മൊമെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ സീക്വൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. യൂട്യൂബിലാണെങ്കിലും ഏഷ്യനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന കുറെ വീഡിയോസ് ഉണ്ട്, ലൈവിലാണെങ്കിലും ഒക്കെ. ഈ എപ്പോഴും അടി മാത്രമല്ലല്ലോ, അടിയുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അതിലെവിടെയെങ്കിലും പുറത്തുണ്ടായിരുന്ന അനുമോളെ നിങ്ങൾ കാണാൻ പറ്റുമോ? അപ്പം ഏതാണ് ഇതിൽ റിയൽ ആയിട്ടുള്ള അനുമോൾ? റിയൽ ആയിട്ടുള്ള അനുമോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളതാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ആ ഹൗസിനുള്ളിൽ ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികൾ ഇൻക്ലൂഡിങ് വൈൽഡ് കാർഡ് എൻട്രീസ്, 5 വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിട്ടുണ്ട്. ഈ 5 എണ്ണവും അനുമോളുടെ വാലെ തൂങ്ങി നടക്കാൻ വേണ്ടി മാത്രം വന്ന, പ്രത്യേകിച്ച് സ്ട്രാറ്റജികളോ കാര്യങ്ങളോ ഗെയിം പ്ലാൻസോ ഒന്നുമില്ല. ചുമ്മാതെ എന്നും ഷോ കാണുന്നുണ്ട്, ലൈവ് ഒക്കെ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ടാവും. ഒറ്റ കാര്യം അവർക്ക് മനസ്സിലായിട്ടുള്ളൂ, അനുമോളുടെ വാലെ തൂങ്ങണം. അത് മാത്രമാണ് ഈ 5 എണ്ണത്തിന്. മറ്റു കാര്യങ്ങൾ ഒന്നും അറിയത്തില്ല. ഈ വൈൽഡ് കാർഡ്സിനെയും ബാക്കിയുള്ള മത്സരാർത്ഥികളെയും ചേർത്തിട്ടാണെങ്കിലും ആ വീട്ടിനുള്ളിൽ ജനുവനായിട്ട് നിൽക്കുന്ന ഒരേ ഒരാൾ അനുമോള് മാത്രമാണ്. പുറത്തുണ്ടായിരുന്ന അനുമോളാണ് ഫേക്ക് ആയിട്ട് നിന്നിരുന്നത്. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുക, സ്റ്റാർ മാജിക്കിൽ കൊടുത്ത സ്ക്രിപ്റ്റിന്റെ പ്രകാരമായിരിക്കാം ഈ കുട്ടി ഇങ്ങനെ കുട്ടിത്വവും ക്യൂട്ട്നെസ്സും ഒക്കെ വാരി വിതറിക്കൊണ്ടിരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഉറപ്പായിട്ടും ഇപ്പോഴുള്ള അനുമോളാണ്. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ ഷോയിൽ, അതായത് ഓരോ എപ്പിസോഡുകൾ വരുമ്പോൾ ചില മത്സരാർത്ഥികളൊക്കെ അനുമോൾക്ക് 30 വയസ്സുണ്ട് പ്രായം വിളിച്ച് പറയുന്നുണ്ടല്ലോ, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നേയില്ല അനുമോൾക്ക് 30 വയസ്സുണ്ട് എന്ന്. കാരണം ആ കുട്ടി പുറമേ കാണിച്ചിരുന്ന ഇപ്പം ആരാധക വൃന്ദത്തെ നേടാനോ ആരാധക പ്രീതി നേടാനോ ഒക്കെ ആയിരിക്കാം ഈ കുട്ടിത്വവും ഈ ഭയങ്കര കുട്ടിയാണെന്നുള്ള ഭാവവും ഒക്കെ കാണിച്ചത്. എന്തായാലും ആ ഒരു സ്വഭാവത്തിന്റെ മേന്മ കൊണ്ടോ അതിന്റെ കുറവ് കൊണ്ടോ എന്തോ പുള്ളിക്കാരത്തേക്ക് ഏജ്, നമ്മുടെ ഒന്നും മനസ്സിൽ അനുമോൾ എന്ന് പറഞ്ഞാൽ 16, 18, കൂടി പോയി 25 വയസ്സ് ഇത്രയൊക്കെ തോന്നുള്ളായിരുന്നു. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ, ഈ കുട്ടിയുടെ യഥാർത്ഥ ക്യാരക്ടറാണ് ആ വീട്ടിനുള്ളിൽ കാണിക്കുന്നത്. ആ കുട്ടിയുടെ വാലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, ആ കുട്ടിയുടെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം മാറി നിൽക്കുന്ന കുറെ ആളുകൾ. അപ്പൊ ഇവരുടെ ഗെയിം സ്ട്രാറ്റജിയെ കുറിച്ച് വിലയിരുത്താനൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ ആരാധക വൃന്ദം നേടാൻ അല്ലെങ്കിൽ ആരാധക പ്രേക്ഷക പ്രീതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടിത്തം കാണിച്ച് നടക്കുക. ശരിയാ, നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 24/7 ഒരാൾ അഭിനയിച്ച് നിൽക്കുന്നതിനേക്കാളും എത്രയോ സിമ്പിൾ ആണ് ഒരു ഷോയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷന് പോകുമ്പോൾ ഇങ്ങനെ ഭയങ്കര ചിരിച്ച് കളിച്ച് കുട്ടിയാണെന്നുള്ള രീതിയിൽ നിൽക്കാൻ. സിമ്പിൾ ആണത്. ഈ 24/7 എന്ന് പറയുന്നിടത്താണ് ആള് ജെനുവിൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പുള്ളി ജെനുവിൻ ആണ്. ഈ കുട്ടിത്വവും കുറുമ്പും ഒക്കെ, അതായത് അനുമോൾ പുറത്തൊരു അനുമോളും അകത്തൊരു അനുമോളുമാണ്. ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിട്ട് ഇപ്പൊ 1 മാസത്തിലേറെയായി. ഈ 1 മാസത്തിനുള്ളിൽ എന്ത് കോണ്ടന്റുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്? മറ്റേതെങ്കിലും മത്സരാർത്ഥികൾക്ക് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടോ? ആണ്ടിനോ സംക്രാന്തിക്കോ മറ്റോ അക്ബറോ മറ്റ് മത്സരാർത്ഥികളുടെയൊക്കെ ഒച്ച ഒന്ന് പൊങ്ങിയാലായി. പക്ഷെ 1 മാസവും 24/7 അനുമോളുടെ കോണ്ടന്റുകളാണ്. എന്ത് കോണ്ടന്റുകൾ? ഈ അയൽവക്കത്തെ സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാകില്ലേ,
അയൽപ്പക്കത്തെ സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഒരാൾ അപ്പുറത്തെ വീട്ടിലോട്ട് എത്തി നോക്കി അവരെന്ത് ചെയ്യുന്നു, അവർ കഞ്ഞി കുടിച്ചോ, ചോറ് കഴിച്ചോ, ഭർത്താവുമായിട്ട് കെട്ടിപ്പിടിച്ചോ, ആ ഉമ്മ കൊടുത്തു, ഇങ്ങനെയൊക്കെ നോക്കുന്ന അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് മാത്രമാണ് ഈ 1.5 മാസവും കിട്ടിയിട്ടുള്ളത്. 100 ദിവസവും ഇത് മാത്രമേ കിട്ടാനുള്ള ചാൻസ്. എന്നെ അത്ഭുതപ്പെടുത്തുകയും ചിരിപ്പിക്കുകയും ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഈ കൊലസ്ത്രീ എന്ന് വിളിക്കാൻ പാകത്തിനുള്ള കുറെ കാര്യങ്ങൾ അനുമോൾക്കുണ്ട്. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അടുക്കള ഭരണം വിട്ടുകൊടുക്കില്ല. പണ്ടുള്ള അമ്മൂമ്മമാർക്കൊക്കെ ഉള്ള സ്വഭാവമായിരുന്നു. ഈ കാരണവന്മാർക്കൊക്കെ അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു. അടുക്കള ഭരണം വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. 90 വയസ്സിൽ ഈ കൂനി പിടിച്ച് നടക്കുവാണെങ്കിലും അടുക്കളയിൽ നിന്ന് ഇറങ്ങി കൊടുക്കത്തില്ല. കാരണം അടുക്കള ഭരണം എന്ന് പറഞ്ഞാൽ രാജ്യഭരണത്തെക്കാൾ വലുതാണ് എന്നാണ് അവരുടെ വിചാരം. അനുമോൾ ആ ബിഗ് ബോസിന്റെ അടുക്കളയിൽ ഒരു ദിവസം കയറി കഴിഞ്ഞാൽ ആ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങത്തതുമില്ല. അനുമോൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം ഫുഡ് കൊടുക്കുക. ഈ കുലസ്ത്രീകൾ പറയുന്നത് പോലെ വായ കൊണ്ട് വായ്ത്താളം പറയും. എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു, ഞാൻ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിച്ചു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. പ്രവൃത്തിയിൽ എന്തെങ്കിലും കാണാറുണ്ടോ? ദേഷ്യം വരുമ്പോൾ ഈ കുറച്ചു നേരം മുമ്പേ പറഞ്ഞ കഥാപ്രസംഗവും അതിലെ ഡയലോഗ്സ് എല്ലാം അങ്ങോട്ട് മറന്നു പോയിട്ടുണ്ടല്ലോ. ഈ പക്ക അനുമോൾ അങ്ങായി മാറിയേക്കോ. പുറത്തുള്ള അനുമോളല്ല, വീട്ടിലുള്ള കുഞ്ഞമ്മ അനുമോൾ അങ്ങായി മാറിയേക്കാണ്. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചു ബഹുമാനിക്കാനാണ് എന്ന് പറഞ്ഞ അതേ നാവോടെ നീ പോടാ, നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിയ, അത് ഇത് ഫുഡ് പോലും അവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാ സീസണുകളിലും ഓരോ കൊലസ്ത്രീകളെ ബിഗ് ബോസ് നമുക്ക് സമ്മാനിക്കാറുണ്ട്. പക്ഷെ ഈ സീസണിലെ കൊലസ്ത്രീ അതൊരു വല്ലാത്ത കൊലസ്ത്രീ തന്നെയാണ്. കൊലസ്ത്രീയെ ബാക്കി സീസണുകളിൽ വന്നത് ഇച്ചിരി പ്രായത്തിലൊക്കെ മൂത്തതായിരുന്നു, ലക്ഷ്മിപ്രിയെ പോലുള്ള ആളുകളായിരുന്നു. പക്ഷെ ഒന്നുമല്ല, അവർക്ക് ഇത്രയും നല്ല ആളുകൾ എന്ന് ചിന്തിച്ചു പോകാണ് ഈ സീസണിലെ ഈ കൊലസ്ത്രീയെ കണ്ടിട്ട്. അതായത് 2 ഭാവമാണ്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കുലസ്ത്രീ കുഞ്ഞമ്മയും പുറത്ത് സെർലാക്ക് കുഞ്ഞാവയും. എപ്പോഴും മറ്റുള്ളവന്റെ കാര്യത്തിൽ തലയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ അളിഞ്ഞ ചിന്താഗതി, അതായത് മറ്റുള്ളവരുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയിലാണെങ്കിലും ഓരോ മത്സരാർത്ഥികൾക്കും വ്യക്തമായ ഗെയിം പ്ലാൻസും സ്ട്രാറ്റജികളും ആവശ്യമല്ലേ ബിഗ് ബോസിൽ? ഈ ഒരൊറ്റ കൊലസ്ത്രീ കുഞ്ഞമ്മ മാത്രം അടുത്തിരിക്കുന്നവന്റെ കാര്യം മാത്രം അന്വേഷിക്കാൻ, ഗിസയിലിന്റെയും ആര്യന്റെയും ക്യാമറയായിട്ട് മാത്രം പ്രവർത്തിക്കാൻ ഈ കണ്ടന്റ് മാത്രമേ ഈ സീസണിൽ ഉണ്ടാകത്തുള്ളൂ. ഈ 100 ദിവസം ഇത് കണ്ട് നമുക്കും ആ സ്വഭാവം കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുലസ്ത്രീ കുഞ്ഞമ്മ പുറത്തിറങ്ങുമ്പോൾ കുട്ടിയാകും. 100 ദിവസം നമ്മളിത് കണ്ട് നമ്മളും വലിയ വലിയ കുലസ്ത്രീകളും കുലപുരുഷന്മാരും ഒക്കെ ആയിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രതീക്ഷ തെറ്റാൻ വകയില്ല, അങ്ങനെ തന്നെ ആയിരിക്കും.